ഉയർപ്പ് 4-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 58 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം. വിശ്വാസത്തോടെ ഈ അപ്പം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ നിന്നും ലഭിച്ച മന്ന ശരീരത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് പിതാക്കന്മാർക്ക് നൽകപ്പെട്ടതിനാൽ അവർ മരിച്ചു. എന്നാൽ നിത്യം നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിന്റെ ജീവനു വേണ്ടി നൽകപ്പെടുന്ന യഥാർത്ഥ ഭക്ഷണം അവന്റെ ശരീരമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. നിത്യം ജീവിക്കുന്നവനായ പിതാവ് മൂലം അയക്കപ്പെട്ടവനാകിയാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ അവൻ മൂലം നിത്യം ജീവിക്കും. അവിശ്വസനീയമാണെന്ന് തോന്നിയാലും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ഇത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അടുത്ത കാലത്ത് നമുക്കിടയിൽ സംഭവിച്ച വിളക്കന്നൂരിലെ തിരുവോസ്തിയിലെ മായാത്ത തിരുമുഖഛായയും മാടവനിലെ രക്തം കട്ടയായി മാറിയ തിരുവോസ്തിയും ഇന്നും തിരുവോസ്തിയിലെ സാന്നിധ്യം ഭൗതികമായും കൗദാശികമായും സത്യവിശ്വാസമാണെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അധരം കൊണ്ട് നാം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ചടങ്ങ് എന്ന പോലെയല്ലേ നാം അവൻ്റെ തിരുശരീരരക്തങ്ങൾ ഉൾക്കൊള്ളുന്നത്? ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. 1 കൊറിന്ത്യർ 11-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.